പാവപ്പെട്ടവർക്ക് സർക്കാർ കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടിയാണ്. ഇനി പക്ഷേ നമ്മൾ പ്രതിപക്ഷം മാത്രമല്ല, നമ്മൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണിയാണ്. എവിടെയെല്ലാമാണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം നമുക്ക് വിജയിക്കണം അല്ലേ? എവിടെയെല്ലാമാണ് ഇവർ കേരളത്തെ തകർത്തു തരിപ്പണമാക്കിയത് അവിടെയെല്ലാം കേരളത്തെ നമുക്ക് പുനർജനിപ്പിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ 2 വർഷക്കാലം കഠിനാധ്വാനം നടത്തി ഗവേഷണ തുല്യമായ ഗ്രഹപാഠം ചെയ്ത് ഈ രാജ്യത്ത് ഒരു മുന്നണിയും തെരഞ്ഞെടുപ്പിനെ സമീപിക്കാത്തതുപോലെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരുടെ സേവനം തേടി സമഗ്രമായ പദ്ധതികളുമായി സർവസന്നാഹത്തോടു കൂടിയാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നത്. ഇവര് തകർത്ത സമ്പദ് വ്യവസ്ഥ നമ്മൾ കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. മികച്ച ധനകാര്യ മാനേജ്മെന്റ്, തന്ത്രപരമായ നികുതി ഭരണം, കാർക്കശ്യം നിറഞ്ഞ ഖജനാവിന്റെ ചോർച്ച അടക്കൽ, സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് ഇപ്പോൾ പൂച്ച പെറ്റ് കിടക്കുന്ന കേരളത്തിലെ ഖജനാവിൽ നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും. അതാണ് ഒരു ഗവൺമെന്റിന്റെ ആദ്യത്തെ ജോലി. ഖജനാവിൽ പണമില്ലാതെ വർത്തമാനം പറയുന്ന സർക്കാർ ആവില്ല UDF സർക്കാർ. ഖജനാവിൽ പണം നിറച്ചാൽ പാവപ്പെട്ടവരെയും സാധാരണക്കാരനെയും ഇടത്തരക്കാരനെയും ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റി അവന്റെ കണ്ണീരൊപ്പി അവന്റെ ജീവിത നിലവാരം ഉയർത്തി നമ്മൾ ഈ കേരളത്തെ മാറ്റും. സംശയം വേണ്ട. 1.5 കൊല്ലം മുമ്പ് നമ്മൾ പറഞ്ഞു ആരോഗ്യ ശരിയല്ലേ? ശ്വാസം വലിക്കുകയാണ്. കത്രിക 5 കൊല്ലമാണ് കത്രിക വയറ്റി കിടന്നത്. മറുപടി എന്താ? 60 കൊല്ലം കിടന്നാലും കുഴപ്പമില്ല. എവന്റെയൊക്കെ വയറ്റിലായിരുന്നെങ്കിൽ ഞാൻ പറയുന്നില്ല. അപ്പൊ ആലോചിച്ച് നോക്കിയേ, പാലക്കാട് നെന്മാറയിൽ ഒരു കൊച്ചുകുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുക, വീണു, ചെറിയ പരിക്ക്. ആശുപത്രിയിൽ ചെന്ന് ചികിത്സിച്ച് കൈ മുറിച്ചു മാറ്റി. ഞാൻ ആ കുഞ്ഞിന്റെ അമ്മ പറയുന്നത് കേട്ട് ചങ്ക് പൊട്ടിപ്പോയി. കൊച്ചിനോട് അമ്മ തിരിച്ചു വന്നപ്പോ ചോദിക്കുക, എന്റെ കൈ എവിടെ അമ്മയെന്ന്. പക്ഷെ ഈ ക്രൂരന്മാരുടെ മനസ്സ് മാത്രം അടങ്ങിയില്ല. അതിനൊരു യന്ത്ര കൈ വെച്ചു കൊടുക്കാൻ പോലും സഹായിച്ചില്ല. പ്രതിപക്ഷമാണ് ചെയ്തത്, ഗവൺമെന്റ് ചെയ്യാത്തത് കൊണ്ട്. ആലോചിച്ച്, ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആരോഗ്യ കേരളത്തെ നമുക്ക് കൈപിടിച്ചണിപ്പിക്കണ്ടേ? ആരോഗ്യവതിയാക്കി നടത്തണം. അതിന് നമ്മൾ ഹെൽത്ത് കമ്മീഷൻ രൂപീകരിച്ച് കോൺക്ലേവ് നടത്തി 100 കണക്കിന് ഡോക്ടർമാരുമായി ചർച്ച നടത്തിയ ഒരു ആരോഗ്യ രേഖ കോഴിക്കോട് വെച്ച് അവതരിപ്പിച്ചു ജാഥയിൽ. ഞാൻ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ അത് നമ്മൾ ഇവിടെ നടപ്പാക്കും. നടപ്പാക്കിയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ലോക രാജ്യങ്ങളിൽ നിന്ന് പോലും ചികിത്സ നേടിയ ആളുകൾ കേരളത്തിൽ എത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആകും നമ്മുടെ കേരളം. നമ്മളൊരു വിദ്യാഭ്യാസ രേഖ അവതരിപ്പിച്ചു. പഴയതുപോലെ ഒന്നും അല്ല ഇപ്പൊ. നമ്മുടെ കുഞ്ഞുങ്ങൾ 40-50 ലക്ഷം രൂപ മുടക്കി കിടപ്പാടം പണയപ്പെടുത്തി വിദേശത്ത് പഠിക്കാൻ പോവാണ് പ്രോഗ്രാമുകൾക്ക്, യൂണിവേഴ്സിറ്റികളിൽ അല്ലെ? UDF വരുമ്പോൾ അവർ കാനഡയിലും ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും UK-യിലും യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുന്ന പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ആരംഭിക്കും. അവരിവിടെ പഠിക്കും. പഠിച്ചു പുറത്തു വരുമ്പോൾ ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സംവിധാനം. അതിനായി കേരളം ഇന്നുവരെ കാണാത്ത സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അവതരിപ്പിക്കും. ഇനി കാർഷിക മേഖല, വന്യജീവി ആക്രമണം കൊണ്ട് പൊറുതിമുട്ടുന്നു. മലയോര സമരയാത്രയുമായി വന്നപ്പോൾ മുണ്ടക്കയത്ത് വെച്ചൊരു വാക്ക് പറഞ്ഞിരുന്നു. ഞങ്ങൾ വാക്ക് പറഞ്ഞാൽ മറക്കില്ല. ഞങ്ങൾ പറയുന്നു, ആ വാക്ക് പാലിക്കും. പരമ്പരാഗതമായ സമ്പ്രദായങ്ങളെയും ആധുനികമായ സമ്പ്രദായങ്ങളെയും കൂട്ടിയിണക്കി വന്യജീവി ആക്രമണത്തിൽ നിന്നും മലയോര ജനതയെ സംരക്ഷിക്കും. കാർഷിക മേഖല, റബ്ബറിന് 250 രൂപയാക്കുമെന്ന് പറഞ്ഞവർ എവിടെ പോയി? ഇപ്പം തന്നെയാണ് കുറച്ച് 200 ആക്കിയത് ഈ അടുത്ത് 4.25 കൊല്ലം കഴിഞ്ഞപ്പോ അല്ലേ? ഏതോ ഈ പിണറായി വിജയന്റെ വാക്കും പഴയ ചാക്കിന്റെയും വില ഒരുപോലെയാണ്.
ഇനി പ്രഖ്യാപനം നടത്തി വാഗ്ദാനം നൽകുമ്പോൾ ചോദിക്കണം, എവിടെയായിരുന്നു റബ്ബർ കർഷകർ കഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ വാക്ക് എവിടെ പോയിരുന്നു? എവിടെയായി പോയിരുന്നു? അതൊക്കെ UDF അപ്പൊ കിട്ടും 300. നമ്മളല്ലേ ഉമ്മൻചാണ്ടി സർക്കാരല്ലേ കൊണ്ടുവന്നത് റബ്ബറിന് ആദ്യം താങ്ങുവില? നമ്മുടെ സർക്കാരാണ് കൊണ്ടുവന്നത്. അതനുസരിച്ച് നമ്മൾ ഉയർത്തും. റബ്ബർ കർഷകർക്ക് മാന്യമായി നടക്കാൻ എല്ലാ കൃഷിക്കാർക്കും നമ്മുടെ ലൈൻ എന്താണെന്നറിയാമോ? MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടാണ്. ഉൽപാദന ചെലവ് പ്ലസ് 50% ലാഭം. അതാണ് തറവില. അപ്പൊ 300 വരും. അറിയാലോ? അതൊക്കെ വാക്ക് പറഞ്ഞ വാക്കാ UDF ചെയ്തിട്ടുള്ള ഇതല്ല, അല്ലാതെ ഇവര് ചെയ്തിട്ടില്ല. ഇവരാളെ കളിപ്പിക്കലാണ്. ഇവരുടെ പൈസ ആർക്ക് വേണം? അതിന് പൈസ പോലും മേടിച്ചിട്ടില്ല. കാരണം ഇവര് എപ്പോഴും റബ്ബറിന്റെ വിലയേക്കാൾ താഴെയാണ് തറവിലാക്കുന്നത്, മാർക്കറ്റിലെ വിലയേക്കാൾ. പിന്നെ എങ്ങനെയാ കിട്ടുന്നത്? കാർഷിക മേഖലയ്ക്ക് മികച്ച പാക്കേജ്. റബ്ബർ മാത്രമല്ല, നാളികേരം, നെല്ല്, പച്ചക്കറി കൃഷി ചെയ്യുന്ന എല്ലാവരെയും സംരക്ഷിക്കും. ഇനി ആരും ശ്രദ്ധിക്കാത്തൊരു മേഖലയുണ്ട്. ഏറ്റവും പാവപ്പെട്ടവർ, ക്ഷീര കർഷകർ, അവർക്കൊരു സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാവും. സ്പെഷ്യൽ പാക്കേജ്. പാവങ്ങളാണ്. വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് എഴുന്നേറ്റ് അധ്വാനിക്കുന്നവരാ അല്ലേ? കുഴിനകമാണ് ആ പാവപ്പെട്ട സ്ത്രീകളുടെ വിരലിന്റെ അറ്റത്ത്. അവരെ എല്ലാം UDF സർക്കാർ ചേർത്ത് നിർത്തും. അവരുടെയൊക്കെ സങ്കടങ്ങൾ മാറ്റും. ക്ഷീര കർഷകർക്ക് പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാവും. സ്വപ്നതുല്യമായ ഒരുപാട് പദ്ധതികളുണ്ട്. കോസ്റ്റൽ ഷിപ്പിംഗ് ഉൾപ്പെടെ, ഏവിയേഷൻ പ്രോജക്റ്റ് ഉൾപ്പെടെ. ഞാൻ എല്ലാം പറയുന്നില്ല, കാരണം കുറച്ച് സസ്പെൻസ് കിടക്കണം അല്ലേ? ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മലയാളികൾക്ക് ഒരു കാര്യം ബോധ്യമാണ്. ഇവര് വരുന്നത് ഭരണമാറ്റത്തിന് വേണ്ടി മാത്രമല്ല, കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ടാണെന്ന് ബോധ്യപ്പെടും. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു UDFന് വേണ്ടി. ഇനി നമ്മുടെ കേരളം പുറകിലേക്ക് നടക്കില്ല, നമ്മുടെ കേരളം മുമ്പിലേക്ക് നടക്കും. നമ്മുടെ ഈ വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഒരു കേരളം ഉണ്ടാകും. അതായത് UDFന്റെ വാക്ക്. ഗുഡ് ഗവേണൻസ്, സദ്ഭരണം, മാന്യമായ രീതി, അതാണ് വാക്ക്. ഇവിടെ ഇതൊന്നും അല്ല ചർച്ച. ഒടുക്കത്തെ വർഗീയത അല്ലേ? BJPക്കാര് നമുക്ക് എല്ലാവർക്കും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്, അവർക്ക് അപ്പൊ സങ്കടം വരും. അപ്പൊ അവർ വിദ്വേഷ പ്രചരണം നടത്തും, നമ്മളെ ഭിന്നിപ്പിക്കും, നമ്മളെ ശത്രുക്കളാവും. അപ്പോഴാണ് അവർക്ക് ഒരു ആശ്വാസം വരുന്നത് അല്ലേ? പക്ഷെ എന്റെ സങ്കടം, സംഘപരിവാറിന്റെ അതേ വഴിയിലൂടെ കേരളത്തിലെ CPM സഞ്ചരിക്കുക. ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒരേ തോണിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. പിണറായി വിജയൻ ഇപ്പോൾ വർഗീയതയ്ക്ക് തിരികൊടുത്തിരിക്കുക. ഓരോ കിങ്കരന്മാര് വന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുക. പക്ഷേ ഈ ഒരു തീപ്പൊരി വീണാൽ ആളി കത്തിക്കാൻ നിൽക്കുന്ന വർഗീയവാദികളുള്ള സ്ഥലത്തേക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കുകയാണ് CPM ചെയ്യുന്നത്. പക്ഷെ അത് കെടുത്താൻ ഇവിടെ UDF ഉണ്ട്. നമുക്കൊരു നിലപാടുണ്ട്. ഒരാളും ഭൂരിപക്ഷ വർഗീയതയും പറയണ്ട, ന്യൂനപക്ഷ വർഗീയതയും പറയണ്ട. പറഞ്ഞാൽ നമ്മൾ ഏത് കൊല കൊമ്പനായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ചിലര് വെള്ളം ചേർക്കും വോട്ട് കിട്ടാൻ. നമ്മൾ വെള്ളം ചേർക്കില്ല, നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പറയും. ഇനി ചിലര് വരും, ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട്. വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ, വർഗീയത പറയുന്നത്. ഞാൻ പറഞ്ഞു, പിണറായി വിജയനും VD സതീശനൊക്കെ കുറച്ചാളുകൂടി ഉണ്ടാവും. പിന്നെ ഓർമ്മയാണ്, അത് കഴിഞ്ഞാൽ ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാവും. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ട്. അവരിവിടെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നത് തടസ്സപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സമ്മതിക്കും. എന്നോട് പലരും ചോദിച്ചു, എന്തിനു ഇത്ര കട്ടിക്ക് പറയണമെന്ന് ചോദിച്ചു. ചിലർ എന്നോട് ഫോണിലൊക്കെ വിളിച്ചു ചോദിച്ചു, കട്ടിക്ക്. ഞാൻ കരുതുന്നത് മതേതര കേരളം ഇരു കൈകളും നീട്ടി UDFന്റെ ഈ മതേതര നിലപാടിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നോക്കിക്കോ, ഈ കേരളം തലയെടുപ്പോടുകൂടി രാജ്യത്തിന്റെ മുമ്പിൽ നിന്ന് പറയും, ഇതാണ് ഞങ്ങളുടെ മതേതര കേരളം. നമുക്ക് അവിടേക്ക് കൊണ്ടുപോകണം. നമ്മുടെ നാടിനെ നമ്മൾ അവിടേക്ക് കൊണ്ടുപോകണം. നമുക്ക് നാടിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം, വർഗീയതയല്ല. ഈ CPM എന്തുമാണ്?
കട്ടിട്ടും മതിവരാതെ, കൊള്ളയടിച്ചിട്ടും മതിവരാതെ സ്വന്തം രക്തസാക്ഷികളുടെ ഫണ്ട് വരെ കക്കാൻ തുടങ്ങി. പയ്യന്നൂരിൽ ഇപ്പൊ രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് CPM ലോട്ടറി അടിക്കുന്നുണ്ട്, ബമ്പർ. അപ്പൊ പിരിവ് തുടങ്ങുന്നു. ആ ശബരിമലയിലോ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് 3 CPM നേതാക്കന്മാർ, ഉന്നത നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. സ്വർണം മാത്രമല്ല, അയ്യപ്പന്റെ ശ്രീകോവിലിന് മുന്നിലുള്ള അതിമനോഹരമായ ദ്വാരപാലക ശില്പം, സ്വർണത്തിൽ പൊതിഞ്ഞ ദ്വാരപാലക ശില്പം CPM നേതാക്കന്മാർ കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു. കോടീശ്വരനെ പറ്റിച്ചു. അയാളോട് പറഞ്ഞില്ല ഇത് കള്ള മുതലാണെന്ന്. എന്നിട്ട് കോടതി പറയാണ് 2019 മുതൽ ഇവർ കളവ് തുടങ്ങിയതാണ്, ആരും അറിഞ്ഞില്ല. കട്ടളപ്പടിയും വാതിലൊക്കെ അടിച്ചു പോയി. ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാരെന്ത് ചെയ്യും? വീണ്ടും കക്കാൻ തുടങ്ങി. 2024 വീണ്ടും കോടതി പറയുകയാണ് ഫേക്ക് അർജൻസി, എന്നുവെച്ചാൽ വ്യാജമായ ഒരു അടിയന്തര സ്ഥിതി. ഇപ്പൊ വീണ്ടും പൂഷണം വന്നു. ഇപ്പൊ പൂഷണം എന്ന് പറഞ്ഞാൽ വീണ്ടും കക്കണമെന്നാണ്. അപ്പൊ കോടതി ഇടപെടും. ഞാൻ ഇപ്പോഴും കരുതുന്നത് സാക്ഷാൽ അയ്യപ്പൻ ഇടപെട്ടെന്ന്. കാരണം അയ്യപ്പന് മനസ്സിലായി ഇവന്മാരിങ്ങനെ പോയാൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹവും കൂടി ഇവന്മാർ അടിച്ചു മാറ്റും, ഇല്ലേ? എന്നിട്ട് ഈ ജയിലിൽ കിടക്കുന്നവർക്കെതിരായി ഒരു അച്ചടക്ക നടപടി പോലും സ്വീകരിച്ചില്ല. സ്വീകരിച്ച അവന്മാർ ഇവരുടെ പേര് കൂടി പറയാം. പുറത്ത് നിൽക്കണം, ക്യൂല് നിൽക്കുകയാണ് ജയിലിൽ പോകാൻ. അവരുടെ പേര് കൂടി പറയുന്ന പേടിച്ചിട്ടാണ് അവർക്കെതിരെ നടപടി എടുക്കുക. ഇതെല്ലാം കഴിഞ്ഞു ഒരു സുപ്രഭാതത്തിൽ നേരം വെളുത്തപ്പോൾ നമ്മുടെ പിണറായി വിജയന് പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇതെന്താണ് ആഗോള അയ്യപ്പ സംഗമം? അയ്യപ്പനേക്കാൾ വലിയ പാഠം പിണറായി വിജയന്. സംഭവം കഴിഞ്ഞ ആഴ്ചയാണ് മനസ്സിലായത്. അടിച്ചു മാറ്റില്ലായിരുന്നു, കണക്കങ്ങോട്ട് കൂടി ചേരുന്നില്ല. 600 പേര് പങ്കെടുത്ത പരിപാടി. ചെലവ് എത്രയെന്നറിയാം? 12 കോടി. 600 പേര് പങ്കെടുത്ത പരിപാടി എല്ലാം കള്ളക്കണക്ക. 3000 പേര് പ്രഭാത ഭക്ഷണം കഴിച്ചത്. അതെങ്ങനെ? ഉച്ചയ്ക്ക് 4000 പേര് ലഞ്ച്, രാത്രി അത്താഴം 5000 പേര്, കിടക്ക വരെ അടിച്ചു മാറ്റി. നന്ദഗോപ ഭജന സംഘം ഗാനമേള നടത്തി 8 ലക്ഷം രൂപ. അവര് പറയുന്നു ഞങ്ങൾ ആ ജില്ലയിലേക്ക് പോലും പോയിട്ടില്ല, അത് അടിച്ചു മാറ്റി. അപ്പൊ ഞാൻ ഇവരോട് ഇത് ഫിൽസൊക്കെ നമ്മുടെ വണ്ടിയിലുണ്ട്. അപ്പൊ ഫിൽസോടെ ഞാൻ പറഞ്ഞു, ഈ കൊല്ലം കോർപ്പറേഷൻ CPM ഭരിക്കും, ഇപ്പൊ നമ്മളാ ഭരിക്കുന്നത്, തോറ്റു അവര്. ഒരു ഫെസ്റ്റിവൽ നടത്തി. അപ്പൊ അതിനൊരു കുതിരയെ കൊണ്ടുപോയി. കുതിരയെ കൊണ്ടുവന്നെങ്കിൽ വാഹനത്തിൽ കൊണ്ടുവരണ്ടേ? ഒരു വാഹനത്തിന്റെ ചില്ലറ എഴുതി എടുക്കണ്ടേ? അതിനൊരു വൗച്ചറിൽ എഴുതി. വൗച്ചറിൽ വാഹനത്തിന്റെ കുതിരയെ കൊണ്ടുവന്ന നമ്പർ എഴുതി. അവസാനം ഓഡിറ്റുകാർ പരിശോധിച്ചപ്പോൾ കുതിരയെ കൊണ്ടുവന്ന വാഹനം ഏതാണെന്നറിയാം? മാരുതി 800. മാരുതി 800 കുതിരയെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് കള്ളക്കണക്കുണ്ടാക്കി പൈസ അടിച്ചു മാറ്റിയവന്മാരാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് അടിച്ചു മാറ്റിയത്. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. പ്രഖ്യാപനം വരുമ്പോ ഇപ്പൊ പ്രഖ്യാപനം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, ഞാൻ അവസാനിപ്പിക്കുന്നു. 2021 ഇവര് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ റബ്ബറിന്റെ പറഞ്ഞതല്ല, 250 പറഞ്ഞതുപോലെ 1600 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2500 ആക്കുന്നു. കുറെ പാവങ്ങൾ ഊട്ടിയില്ലേ? പക്ഷെ 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. കൂട്ടിയോ? ഇപ്പൊ ഈ ഇലക്ഷൻ തൊട്ട് മുമ്പ് 400 രൂപ കൂട്ടി. 400. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ പരീക്ഷിക്കുന്നു. മലയാളി എന്ത് ചെയ്തു? 400 രൂപ മേടിച്ച് പോക്കറ്റിലേക്ക് പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു, ഇല്ലേ? അപ്പൊ നമ്മുടെ മണിയാശ എല്ലാവരും ചീത്ത വിളിക്കുന്ന ഒരാളുണ്ടല്ലോ ഇടുക്കിയിൽ. ഓ പറഞ്ഞു കൊള്ളരുതാത്തവന്മാര് ഞങ്ങളുടെ കാശും മേടിച്ച് പുട്ടടിച്ച് UDF വോട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു മണിയാശാനെ അവർ കൊള്ളരുതാത്തവന്മാരല്ല, അവർ നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാണ്. നിങ്ങൾ 5 കൊല്ലം അവർക്ക് പെൻഷൻ കൊടുക്കാൻ 2 മാസം കൊടുത്തുള്ളൂ. അവർക്കറിയാം അടുത്ത 5 കൊല്ലം അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് UDF സർക്കാരാണെന്ന് അവർക്ക് തിരിച്ചറിയാം. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ UDF ടീം UDF 100-ലധികം സീറ്റുമായി കേരളത്തിൽ തിരിച്ചു വരും. ഇതുവരെ അപ്പോ എന്റെ ചോദ്യം, ഊഞ്ഞാറിൽ ഒരു UDF MLA ഉണ്ടാവും? ഇങ്ങനെ പറയാ പോരാ, ഉറപ്പ് പറയാ, എല്ലാവരും കൂടി പറയാ. ആ ഉറപ്പ് ഏറ്റുവാങ്ങുന്നു. നമുക്ക് ഇത് നമ്മുടെ കോട്ടയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ തോറ്റുപോയത്. ഈ പ്രാവശ്യം ഒരു കൺഫ്യൂഷനും ഇല്ല. ജനങ്ങൾക്കും കൺഫ്യൂഷൻ ഇല്ല, നമുക്കും ഒരു കൺഫ്യൂഷൻ ഇല്ല. ക്ലിയറാണ്.
ഉറപ്പായി ജയിക്കും. ഞാനാണ് നിങ്ങളോട് പറയുന്നത്, ഇത് ജയിക്കേണ്ട സീറ്റാണ്. ആന്റോ മത്സരിച്ചപ്പോ എന്താ ഭൂരിപക്ഷം കൊടുത്തത്? ഭൂരിപക്ഷം കൊടുത്തല്ലോ. ആന്റോ ആന്റണിക്ക് ഭൂരിപക്ഷം കൊടുത്തില്ലേ? അപ്പൊ ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണം. അതിന്റെ ചുമതല മുഴുവൻ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. ഒരു വാക്കുകൂടി പറയാം. പൂഞ്ഞാറിലൊരു UDF MLA ഉണ്ടായാൽ അതിന്റെ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പറയാം. ഞാൻ ഇത് വേറെ എങ്ങും പറഞ്ഞിട്ടില്ല, ഇവിടെ പറയുന്നത്. അത് ഏറ്റെടുത്തേക്കണം. എല്ലാ ചുമതലയും നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ ആവേശകരമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ നിർത്തുന്നു. യൂത്ത് കെയറിന്റെ ഈരാജ്പേട്ടിൽ ആംബുലൻസ് ഉൾപ്പെടെ സാമൂഹ്യ സംഘടനകൾക്ക് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട മാഹിൻ വലിയീട്ടിനെ പ്രതിപക്ഷ നേതാവ് ആദരിച്ച് സ്വീകരിക്കുന്നു. മുനിസിപ്പൽ ചെയർമാൻ ഈരാറ്റുപേട്ട പൗരാവലിക്ക് വേണ്ടി അഡ്വക്കേറ്റ് DP നാസർ. DCC ജനറൽ സെക്രട്ടറി ജോബ് നയിക്കര, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അനസ് നാസർ, KPCC എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ തോമസ് കല്യാണൻ, ശ്രീ പ്രകാശ് പുളിക്കൻ, UDF കൺവീനർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അനസ് നാസർ, ചാർലി അലക്സ്, റോജി തോമസ്, ഹരി മണ്ണപുരം, തിടനാട് റോയി കുര്യൻ, ജിജോ കാരക്കാട്, കുട്ടിക്കൽ, മുണ്ടക്കയം രാജു KS, എരിവേലി റജി അമ്പാറ, കോരിത്തോട് തോമസ്, കേരള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി BM മുഹമ്മദ് ഇല്യാസ്, മുണ്ടക്കയം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബിജു മറ്റക്കര, തൃണമൂൽ കോൺഗ്രസിന്റെ യോജനം പ്രസിഡന്റ് ശ്രീ നൌഷാദ്, RSP Janaधिपति